ഇഷ്യൂ ആയതുകൊണ്ട് ഒന്ന് അമ്പലത്തിലൊക്കെ പോയി. അപ്പോൾ ആദ്യം തന്നെ ആ വീഡിയോ നിങ്ങൾ കണ്ടാണല്ലോ. പിന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ഇന്നലെ ഒരു റിവ്യൂ ഇട്ടിരുന്നു, മിനിയാന്നൊരു റിവ്യൂ ഇട്ടിരുന്നു. ജയഗണേഷ് ഒരു മോശം പടമാണെന്നും പറഞ്ഞ് ഞാൻ റിവ്യൂ ഇട്ടിരുന്നു. ഞാൻ ആ സിനിമ മോശമായതുകൊണ്ടാണ് ആ റിവ്യൂ ഇട്ടത്, അല്ലാതെ അതിൻ്റെ വ്യക്തിയുടെ രാഷ്ട്രീയമോ അതിൻ്റെ മതമോ ഞാനതൊന്നും കണ്ടിട്ടല്ല റിവ്യൂ ഇടുന്നത്. പിന്നെ കുറേ താഴെ കുറേ അവന്മാർ കുറേ കമൻറ്റ് ഇട്ടിട്ടുണ്ട്, സുഡാപ്പിയുടെ രോദനം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങളുടെ കാര്യം ആലോചിക്കണം, ഞാൻ സുഡാപ്പി എന്നുള്ള വാക്ക് ആദ്യമായിട്ടാണ് കേൾക്കണത്. ഞാനിട്ട് വേറൊരാളോട് ചോദിച്ചപ്പോഴാണ് സുഡാപ്പി ഇന്നൊരു മതത്തിലെ ഒരു സംഭവമാണെന്ന് എൻ്റെ അടുത്ത് പറയുന്നത്. അപ്പോൾ താഴെ എനിക്ക് കുറേ സപ്പോർട്ടായിട്ട് വന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സിനിമനെ ചീത്ത വിളിച്ചുകൊണ്ടാണ് വന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കമൻറ്റ് ഇങ്ങനെയായിരുന്നു: സമാജം സ്റ്റാർ ചുണ്ണി മുകുണ്ടൻ അങ്ങനെ പറഞ്ഞാണ് കമൻറ്റ് ഇട്ടേച്ചത്. അപ്പം ഞാൻ പറഞ്ഞു, അപ്പോൾ അടുത്തൊരു മതക്കാർ വന്നിട്ട് ഈ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ മതം വച്ചിട്ട് അവരെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. സുഡാപ്പിന്ന് വിളിച്ചവരെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അവരും ആ സെയിം സാധനം തന്നെയാണ് അവരും ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇമാതിരി കമൻറ്റ് ഇടരുത് പ്ലീസ് ബ്രോ എന്നും പറഞ്ഞ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ താഴെ സംഗി അപ്പോഴേക്കും എന്നെ സംഖ്യയാക്കി അവർ. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഒന്നും ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. സാധാരണ ഞാൻ താഴെ കമൻറ്റ് വരുമ്പോൾ എന്നെ ചീത്ത വിളിക്കാരും ഉണ്ട്. ഈ സിനിമയുടെ നെഗറ്റീവ് റിവ്യൂ പറയുമ്പോൾ ചീത്ത വിളിക്കാറുണ്ട്. അതിലൊന്നും ഞാൻ റിയാക്ട് ചെയ്യാറില്ല. കാരണം ഇതിനൊക്കെ എനിക്ക് റിയാക്ട് ചെയ്യാൻ തോന്നും. കാരണം വളരെ സങ്കടമുണ്ട് ഇങ്ങനത്തെ ഒരു ചെയ്യണമെങ്കിൽ. കാരണം നിങ്ങൾ സ്വയം ഒന്ന് വിലയിരുത്തി നോക്കൂ. എന്തിനാണ് നിങ്ങൾ ഇങ്ങനത്തെ കമൻ്റൊക്കെ ഇട്ട് വേറെ ആളുകളെ തമ്മിൽ തല്ലിച്ച് എല്ലാ മതക്കാരോടും കൂടിയാണ് പറയുന്നത്. ഇന്ന മതമൊന്നുമില്ല. ഇപ്പം ഞാനൊരു ഇന്ത്യയിൽ ജനിച്ചുകൊണ്ട് ഞാനൊരു മതത്തിൽ അറിയാതെ പെട്ടുപോയി. കാരണം ഞാൻ അതിനെ വിശ്വസിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്ന ദൈവങ്ങളെ ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. ഞാൻ വേറെ മതത്തിലുള്ള ദൈവങ്ങളെ ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. ഞാൻ മതം നോക്കിയല്ല ഒരാളായിട്ട് കമ്പനി അടിക്കണം. മതം നോക്കിയല്ല ഒരാളായിട്ട് വഴക്കിടുന്നതാക്കും ഇതൊക്കെ ഒരു മനുഷ്യ സഹജമായ സംഭവമാണ്. പക്ഷെ മതം വെച്ചിട്ട് വഴക്കിടരുത്. പിന്നെ ഇത് സിനിമ എന്ന് പറഞ്ഞൊരു എൻ്റർടൈൻമെൻറ്റ് ഫീൽഡാണ്. അവിടെ ഈ മതം കൂട്ടിക്കുഴക്കരുത്. അത്ര എനിക്ക് പറയാനുള്ളത്. ഒരു ഇടേണ്ട വന്നതൊരു ഭയങ്കര ഒരു ഇതാണ്. എനിക്കിതിനെ എനിക്കൊരു പുച്ഛമാണ് തോന്നുന്നത്. എനിക്കിതിനപ്പുറം ഒന്നും പറയാനില്ല. എന്താണ് ഇതിനെക്കുറിച്ച് ഒരു അറ്റാക്കിംഗ് ആണ് ഭയങ്കര. അങ്ങോട്ടും ഇങ്ങോട്ടും ആരാണ് വലുത് ആരാണ് ഇതെന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും തമ്മിൽ അവരാണ് ഏതവനാണ് മികച്ച മണ്ടരെന്നുള്ള മത്സരമാണ് നടക്കുന്നത്. ആരാണ് മികച്ച മണ്ടന്മാരെന്നുള്ള മത്സരമാണ് കമൻറ്റ് സെക്ഷനിൽ നടക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ എന്നെ കുറേ ആൾക്കാർ സുഡാപ്പിയാക്കിയിട്ടുണ്ട്. ഞാൻ വീഡിയോ ഇടുന്നതിൻ്റെ മെയിൻ കാരണം. അപ്പോൾ ഫസ്റ്റ് വീഡിയോ തന്നെ ഞാൻ എവിടെ നിന്നാണ് ഇറങ്ങി വന്നതെന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ അമ്പലത്തിലുണ്ടാകുമ്പോൾ ചന്ദനമൊക്കെ തൊട്ടേച്ച് ഞാനതൊക്കെ തുടച്ച് കളഞ്ഞിട്ടാണ് ഇവിടെ വന്ന് വീഡിയോ ഇടുന്നത്. അല്ലെങ്കിൽ ഞാനിപ്പോൾ ഒരു സംഖ്യയാണെന്ന് നിങ്ങൾ പറയും. പേടിയാണ് സുഹൃത്തെ. ഈ ഒരു സമൂഹത്തിൽ ജീവിക്കാൻ തന്നെ പേടിയാണ്. ഞാൻ എൻ്റെ മതത്തിൽ ഞാൻ വിശ്വസിച്ച് ഞാൻ മറ്റുള്ളവരുടെ മതക്കാരെ അവർ നശിഞ്ഞു പോകണമെന്നും പറഞ്ഞ് ഞാൻ നടക്കാറൊന്നുമില്ല. ഞങ്ങളാരും നിങ്ങളെപ്പോലുള്ള ആൾക്കാരല്ല, ഭ്രാന്ത് പിടിച്ച് നടക്കുന്ന ആൾക്കാരും അല്ല. മനസ്സിലായോ? ഞങ്ങൾ ചുറ്റുവട്ടത്തുള്ളവർ ഞങ്ങളെല്ലാവരും മനുഷ്യരാണ്. പക്ഷേ വിശ്വസിക്കുന്ന വേറെ മതത്തിലാണ്. ഇപ്പോൾ അവരുടെ പരിപാടി വരുമ്പോൾ, ഈസ്റ്ററൊക്കെ വരുമ്പോൾ അവർ ഞങ്ങൾക്ക് ബിരിയാണി തരും, അവരുടെ ഇഷ്ടു തരും, അപ്പം തരും, മീൻ തരും. ഞങ്ങൾ ഓണസദ്യ വരുമ്പോൾ അവർക്കും സദ്യ കൊടുക്കും. പിന്നെ ഞങ്ങൾ അവർക്ക് കൈനീട്ടം കൊടുക്കാറുണ്ട്. ഒരു മുസ്ലിമിൻ്റെ വീട്ടിലൊരു പരിപാടി വന്നു കഴിയുമ്പോൾ ഞങ്ങൾ ഇഫ്താർ പാർട്ടിക്ക് പോകാറുണ്ട്. ഞങ്ങളിവിടെ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ജീവിക്കണം. നിങ്ങളൊക്കെ അവിടെ കിടന്ന് തല്ലു പിടിച്ച് ആരെങ്കിലുമൊക്കെ ഒരാൾ ചാകും. അതൊക്കെ നിങ്ങൾ സൈഡിൽ കിടന്ന് നടന്നു. കാരണം നിങ്ങളെയൊന്നും നന്നാക്കാൻ വേണ്ടിയൊന്നുമല്ല ഞാൻ വന്നത്. ഞാൻ എൻ്റെ ഒരു കാര്യം ഞാനിവിടെ പറഞ്ഞതാണ്. അപ്പം ഞാൻ റിവ്യൂ ഇടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു മതത്തിനെ വെച്ചിട്ടല്ല ഞാൻ റിവ്യൂ ഇടുന്നത്. ഞാൻ അതിന് മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, വിഷച്ചെടികളെന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് ഞാൻ ഈ സംഭവം നടക്കണേക്ക് കുറച്ച് കാലത്ത് മുമ്പാണ് വിഷച്ചെടികൾ എന്ന് പറഞ്ഞിട്ടത്. കാരണം ഒരു മതക്കാരെ തള്ളിപ്പറഞ്ഞതിനെതിരെയാണ് ഞാൻ വീഡിയോ ഇട്ടത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ മനസ്സിൽപ്പെട്ട ഒരാളങ്ങനെ പറഞ്ഞപ്പോഴാണ് ഞാൻ ആ വീഡിയോ ഇട്ടത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ സപ്പോർട്ട് ചെയ്താണ് ഞാൻ വീഡിയോ ഇട്ടത്.
അവർ അപ്പുറത്തുള്ളവർ തിരിച്ച് കാണിച്ചാലും ഏത് ആളെ എന്ത് കാണിച്ചാലും ഞാൻ വീഡിയോ ഇടും. പിന്നെ ഇതൊക്കെ കഴിയുമ്പോൾ ഞാൻ മതങ്ങളെ തല്ലിപ്പറയണോണ്ട് നിങ്ങൾ എനിക്കൊരു പേരിടും, എന്നെ കമ്മിന്ന് വിളിക്കും. അത് കുഴപ്പമില്ല, വിളിച്ചോ, ഞാൻ അതിൽ അഭിമാനിക്കുന്നു. അങ്ങനെ വിളിച്ചാൽ. പക്ഷേ അവരും തെറ്റ് ഇതേപോലത്തെ മതപരമായിട്ട് അവരും ഇതുപോലത്തെ രാഷ്ട്രീയം കാണിച്ചാൽ ഞാൻ അവർക്കെതിരെയുമാണ്. ഞാനൊരു രാഷ്ട്രീയ പാർട്ടിക്കാർക്കും ഞാനിത് വെച്ചില്ല. മനുഷ്യരായിട്ട് കാണുന്ന ആരാണോ അവർക്കായിരിക്കും എൻ്റെ വോട്ടും എൻ്റെ സപ്പോർട്ടും. അങ്ങനെയുള്ളവരെ ഞാൻ അംഗീകരിക്കത്തുള്ളൂ. അല്ലാതെ പറഞ്ഞ് ഇങ്ങനെ മതം എന്ന് പറഞ്ഞ് ചലച്ച് ഇപ്പോൾ എന്താണ് കുറേ വേറെ സംഭവങ്ങൾ പറഞ്ഞുതരാം. സ്ഥലങ്ങളുടെ പേരുകൾ മാറ്റാൻ നോക്കുന്ന കുറേ ഐറ്റങ്ങളുണ്ട്. എൻ്റെ നാട് ഇതാണ്, മറ്റേ കാട്ടുമുക്കാണ്, മറ്റേ എന്താണ് അപ്പോൾ മറ്റേ പേര് മാറ്റണം എന്നൊക്കെ പറഞ്ഞ് നടക്കണ കുറേ അങ്ങനത്തെ കുറേ ആൾക്കാരുണ്ട്. പിന്നെ ഇവിടെ ഇന്നൊരു മതക്കാർ മാത്രമേ ജീവിക്കാൻ പാടുള്ളൂ പറഞ്ഞു നടക്കണവരെ ആൾക്കാരും ഉണ്ട്. അവരെയൊക്കെ എനിക്ക് പുച്ഛമാണ്. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെയുള്ള കുറേ ഇതുണ്ട്. ഞാൻ എൻ്റെ ഇതെന്ന് പറഞ്ഞാൽ ഞാൻ മനുഷ്യരായിട്ട് കാണുന്നു. എൻ്റർടൈൻമെൻറ്റ് കലയിലൊരു മോശം കണ്ടപ്പോഴാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ അത് അയാളുടെ മതമോ ജാതിയോ അതൊന്നും എൻ്റെ ഒരു പ്രശ്നമല്ല. മനസ്സിലായോ? അപ്പോൾ അതാദ്യം മനസ്സിലാക്കുക. അപ്പോൾ അതിനനുസരിച്ച് കമൻ്റ് ഇടുക. അപ്പം ഞാനിപ്പോൾ എന്താ പറയുക, അമ്പലത്തിൽ നിന്നാണ് ഇറങ്ങി വന്നത് കേട്ടോ. അപ്പോൾ സുഡാപ്പി എന്ന് വിളിച്ചത് മനസ്സിലായോ? അപ്പോൾ അത് ഞാനൊരു നിങ്ങൾക്കൊരു വ്യക്തത തന്നതാണ്. ഇനി നിങ്ങൾ എനിക്ക് എന്ത് പേരിടും എന്നെനിക്കറിയില്ല. അപ്പോൾ അടുത്ത പേരിട്. മനസ്സിലായോ? അത് ഈ കമൻറ്റ് ബോക്സിൻ്റെ താഴെ ഇടും. ഞാനിനി എന്താണെന്നുള്ളത് അടുത്ത കമൻറ്റ് ബോക്സിൻ്റെ താഴെ നിങ്ങളിട്. എൻ്റെ വീഡിയോ എടുക്കാൻ അങ്ങനെ ചിരിക്കണേ, എല്ലാവരും ചിരിക്കും. ഈ കാര്യം കേട്ടാൽ എല്ലാവരും ചിരിക്കും. അപ്പോൾ എനിക്ക് ചിരിച്ചോണ്ട് ഞാനാണ് എന്താണ് തോന്നണത് പറയാനായിട്ട്. അപ്പോൾ ശരി, എന്നാൽ ഹാപ്പി വിഷു. ഓക്കെ, ബൈ.